ഉം. But I get that. Can't do it. No, ഇതിനകത്ത് ബൊബ്ബൊന്നുമില്ല. ഉണ്ട് ഇതിനകത്ത് ഗോസ്റ്റ് ഉണ്ട്. പേടിക്കോ? ഇല്ല, ഗോസ്റ്റിനെ കണ്ടാ പേടിക്കോ? ഗോസ്റ്റ് ഒന്നുമില്ലല്ലോ. ഗോസ്റ്റ് ഒന്നുമില്ല. This icon shows the game is loading. Loading എന്ന് വെച്ചാൽ ആലസ് ഡേവിസ് ഗെയിംസ്. മലയാളികളുടെ ഗെയിം. മലയാളി ഗെയിമാ. അമ്മ ഇത് മലയാളി ഗെയിമാ. അത്തുനെങ്ങനെ അറിയാം മലയാളി ഗെയിമാണെന്ന് പറഞ്ഞു? അത്തുനെങ്ങനെ അറിയാം? ഗോസ്റ്റ് പട്ടിയുണ്ട്. പട്ടിയുണ്ട്. ഗോസ്റ്റിന്റെ പട്ടിയുണ്ടോ? പട്ടിയുണ്ടല്ലോ. ഇത് കണ്ടില്ലേ? അമ്മ ഇത് കണ്ടാ നമുക്ക് അറിയാലോ ഇത് ഗോസ്റ്റിനാണെന്ന്. സൗണ്ട് ആണല്ലോ. ഒരു ചുമന്ന കല്ല് ആ മണ്ണിൽ പതിച്ച ദിവസം ആ നാടിന്റെ വിധി മാറി. അപ്രതീക്ഷിത മരണങ്ങൾ, കാരണങ്ങളില്ലാത്ത നിലവിളികൾ, ഭയത്തിന്റെയും മരണത്തിന്റെയും നടുവിൽ ജനങ്ങൾ പോറ്റിയുടെ അടുക്കലെത്തി. പക്ഷേ പോറ്റിയുടെ കണ്ണുകളിൽ ആ ഭയം തീരെ ഉണ്ടായില്ല. ആ ശക്തിയെ നിയന്ത്രിക്കാമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തോടെ കല്ല് പതിച്ച സ്ഥലത്തേക്ക് പോറ്റി നടന്നു. മന്ത്രങ്ങൾ മുഴങ്ങി, അഗ്നി ഉയർന്നു. വിറച്ചുപോയ ആ ചുമന്ന ശക്തിയെ പോറ്റി തന്റെ രൂപകൃതിയിലേക്ക് ആവാഹിച്ചു. പക്ഷെ ശക്തിയെ മുഴുവനായി ബന്ധിച്ചു എന്ന് കരുതിയെങ്കിലും അതവിടെ അവസാനിച്ചിരുന്നില്ല. വീടിനകത്തെല്ലാം സാധാരണമായിരുന്നു. ചിരികളും ബന്ധങ്ങളുടെ ചൂടും ഒരു നിമിഷത്തേക്ക് ആ വീടിനെ നിറച്ചു. പക്ഷെ അവർക്കറിയാതെ അവരുടെ സമാധാനത്തെ നോക്കി മറ്റൊന്ന് കാത്തുനിന്നിരുന്നു. വൈകാതെ തന്നെ ആ ശക്തി തന്റെ ഇടം കണ്ടെത്തി. ഒരു ശരീരം ഇപ്പോൾ അതിന്റെ അധീനതയിലായിരിക്കുന്നു. രക്തബന്ധങ്ങൾ പോലും അതിന്റെ മുമ്പിൽ നിലനിന്നില്ല. ഒരിക്കൽ ചേർന്നിരുന്നതെല്ലാം അവിടെ തന്നെ തകർന്നു വീണു. അവനെ ചുറ്റിയ നിശബ്ദത ഭാരം കൂടിയതുപോലെ തോന്നി. പിരിഞ്ഞു നോക്കുമ്പോഴേക്കും ആ നിശബ്ദത പോറ്റിയെയും വിഴുങ്ങി. അങ്ങനെ പുറത്തുനിന്ന് ആരും എത്താതിരിക്കാനായി ആ ഇല്ലം ചുറ്റും വെള്ളം നിറഞ്ഞു. പിന്നീട് അവിടെ നിറഞ്ഞിരുന്നത് നിശബ്ദതയല്ല, അവസാനിക്കാത്ത ഒരു കാത്തിരിപ്പായിരുന്നു. സാമ്പത്തിക വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് വിപണിയിൽ 10 ഗ്രാം സ്വർണത്തിന് ഏകദേശം 1800 രൂപയ്ക്കാണ് വില രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗുരുതരമായ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി അന്വേഷിക്കപ്പെട്ടു വരുന്ന സുരേന്ദ്രക്കുറുപ്പ് ഇപ്പോഴും പിടിയിലായിട്ടില്ല. സംഭവത്തിന് ശേഷം സുരേന്ദ്രക്കുറുപ്പ് ഒളിവിൽ പോയതായാണ് അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ. മറ്റൊരു നിർണായകമായ കേസിലേക്കാണ് നമ്മൾ ശ്രദ്ധ തിരിക്കുന്നത്. അന്വേഷണ പത്രപ്രവർത്തകയായ ഇന്ദിര, 30 വയസ്സ്, കഴിഞ്ഞ 2 ആഴ്ചയായി കാണാതായിരിക്കുകയാണ്. അവസാനമായി കണ്ടത് ജോലി ചെയ്തിരുന്ന ഓഫീസിൽ നിന്നാണ്. സംശയകരമായ ഒരു കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ദിരയെ കുറിച്ച് വിവരങ്ങളുള്ളവർ അധികൃതരുമായി ബന്ധപ്പെടണമെന്ന് പോലീസ് ഫോട്ടോ കപിൽ ദേവിന്റെ രാവിലെ ഫോട്ടോ അല്ല, അത് ഇച്ചിരി പഴയ അലമാരിയാണ്. ഇതാണ് അടുത്ത നായകന്റെ വീട്. ഓക്കെ, കപിൽ ദേവിന്റെ ഫോട്ടോയുണ്ട്. പണ്ടത്തെ സച്ചിൻ, കപിൽ ദേവ്, മറ്റേതാരാ, റൈസ് ഓഫ് ബോളിവുഡ്, എന്തോ ടൈംസ് ഓഫ് കേരള. ഇത് പണ്ടത്തെ റേഡിയോ. കഥ ഓർക്കാം. സ്വന്തം റൂമിൽ നിന്ന് ഇറങ്ങിയത് ഇതാരാ? ടോവിനോയാ? അവരെ കാണാൻ പോയത് അവരുടെ അമ്മ. എടുക്കാൻ പറ്റുന്നില്ല. എടുത്തു. കാർ കീ ആണേ. എടുത്തേക്കാൻ മഴയില്ലേ?
എടുക്കാൻ പറ്റുന്നില്ലല്ലോ, ആരാ മഴയില്ലാന്ന് തോന്നുന്നു. പണിയില്ലാത്തോണ്ടാ. ശരി, ശരി. അയ്യേ അത് നമുക്ക് പോവാം. അത് രാത്രി കുടിക്കാനുണ്ട്. എവിടോട്ട് പോകുന്നത്? സ്വിച്ച് ഉണ്ട്, സ്വിച്ച് ഇട്ട് നോക്കട്ടെ. ആ, ഈ ലൈറ്റ് ഈ ലൈറ്റ് രാവിലെ എഴുന്നേറ്റ് എന്തോ ചെയ്യുന്ന ഫ്രിഡ്ജ് ഫ്രിഡ്ജില് കത്തിയുണ്ടോ? സ്റ്റൗ ഉണ്ട്. ചായ ഇടാൻ പറ്റുമോ? പറ്റത്തില്ല. ഇതൊന്നും എടുക്കാൻ പറ്റുന്നില്ലല്ലോ. അല്ല മിക്സി കൊണ്ട് ആരുടെ പേര്? സുനീഷിന്റെ മിക്സി. സുനീഷ് സുനീഷമ്മ കാണാൻ പറ്റും. ഫ്രിഡ്ജ് തുറക്കാൻ പറ്റുന്നത് അതുകൊണ്ട് ഈ വട്ടം വരുമ്പോഴേ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. തയ്യൽ മെഷീനൊക്കെ ഇരിപ്പുണ്ടല്ലോ പണ്ട്. രാവിലെ തയ്ക്കണം. എൻ്റെ വൈഫിനെ കാണുന്നില്ല, വൈഫിനെ കണ്ടുപിടിക്കുന്നത്. ഇവിടെ പിക്കപ്പ് എന്തോ പിക്കപ്പ് ചെയ്യുന്ന ലൈസൻസ് ശ്രീ കെ മാധവൻ, വാർഡ് 2 എറണാകുളം. മഹീന്ദ്രയുടെ ജീപ്പുണ്ട് കേട്ടോ, 4 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന. ലൈസൻസ് വാലിഡ് 1993. അവളുടെ വൈഫ് പ്രേതമായിരിക്കും. അവളുടെ വൈഫ് പ്രേതം. വൈഫാണ് പ്രേതം. അത് നമുക്ക് പുറത്തു പോവാ തോന്നുന്നു. എനിക്ക് നോക്കട്ടെ. അവളുടെ വൈഫിന്റെ ഫോട്ടോ, അവളുടെ വൈഫിന്റെ ഇതൊക്കെ കാറ്. രാവിലെ 10:10 ബുക്ക് എടുക്കാം. കുഴപ്പമില്ല. എന്ത് ചെയ്യുന്നത്? പ്രാചീന കൃതികൾ അച്ഛാ എടുക്കാൻ പറ്റുന്നില്ലല്ലോ. ഈ ബുക്ക് എടുക്കാൻ അത് പ്രായം ഉണ്ടപ്പോ ബുക്ക് എടുക്കാൻ പോകുമ്പോ ചാടി ചാടി പോകുന്നു. എല്ലാം എടുക്കട്ട്. ആ, എടുത്തു. പിന്നെന്താണ്? ഓ, ഇവിടെ എല്ലാം എടുത്തിട്ടുണ്ട്. എല്ലാം എടുത്തിട്ടുണ്ട്. അതെടുക്കാം. അതെടുക്കാം. അവളുടെ വൈഫിന്റെ കറങ്ങി വൈഫ് കറങ്ങി കിടപ്പുണ്ട്. അതെങ്ങനെ? എനിക്കറിയാം. വൈഫ് കറങ്ങി നടപ്പുണ്ട് ഇവിടെ. അതുകൊണ്ടാ മറ്റേ പൊരിച്ചെടുക്കാൻ പറ്റും. അതിന് എപ്പോഴും കുനിയുണ്ട്. ഓരോന്നെടുക്കാൻ പറ്റും. അവരുടെ വൈഫില്ലേ ഇവിടെ ഉണ്ട്. ഇപ്പൊ പോയി മറ്റേ ആ ബുക്കിൽ ഇപ്പൊ ചാടി പോയില്ലേ, അതിനകത്തുണ്ടാ? അതിനകത്ത് വൈഫുണ്ട്. അപ്പൊ അവര് പുറത്തു പോയി. കഥ കെട്ടിയ സൗണ്ട് കേട്ടു. വെളിയിലായിരിക്കും. ഇതിന് കുറ്റിയുണ്ടോ? ഡോണ്ട് ഫോർഗെറ്റ് കാർക്കി എടുത്തല്ലോ നമ്മള് നേരത്തെ. പിന്നെ അതെന്തിയാ? നേരത്തെ ഇവിടെ നിന്ന് എടുത്തില്ലേ നമ്മള്? നമ്മൾ എടുത്തല്ലോ. അതായത് എന്തോ സാധനം ഇട്ടിട്ട് പോയി. ഇവിടെ നിന്റെ ഭാര്യ ഇവിടെ ഉണ്ട്. ഭാര്യ ഇവിടെ ഉണ്ട്. ഇത് മറ്റേ ഇത് ഇട്ടിട്ടുണ്ട്. എന്തോ പറയുന്നേ, മറ്റേ ഗൂഗിൾ മാപ്പിൽ അടിച്ചു കൊടുക്കുന്ന സാധനം അത് ഇട്ടിട്ടുണ്ട്. യുവർ വൈഫ് ഈസ് ഹിയർ. ആരാന്നുണ്ട്. ആരോ ഒന്ന് കൊണ്ടിട്ടിട്ട് പോയത് ചേട്ടാ. ഈ കഥ തുറക്കാതെ ഇങ്ങനെ ഇട്ടിട്ട് പറഞ്ഞില്ലേ വൈഫ് തെക്കേടത്ത് മാധവൻ നല്ല നേരത്തെ പേര്. ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ ഒരു കാര്യം ചോദിക്കട്ടെ? കുത്തേടത്തും കിഴക്കിടത്തും. അച്ഛൻ ഞാൻ പറഞ്ഞില്ലേ അവരുടെ വൈഫ് ഇവിടെ നടപ്പുണ്ടെന്ന്? ഞാൻ പറഞ്ഞില്ലേ അച്ഛ? വീട്ടിലൊന്നും ഇല്ല. അത് വേറെ എവിടെ കണ്ട് ആരോ കൊണ്ട് ലെറ്റർ ഇട്ടിട്ട് പോയില്ലേ? അല്ല അച്ഛ, ശരിക്കായിട്ടുണ്ട്. ഞാൻ കാറിലിരിക്കുക. ഇനി അത് കാണിക്കും. ഇത് പ്രേതത്തിടില്ലേ? ഇതില്ലേ അച്ഛാ, പ്രേതത്തിനില്ലേ ശക്തി ഇട്ടുള്ള സ്ഥലം.
നമ്മൾ അവരുടെ ശക്തി ഇറങ്ങട്ടെ ഇറങ്ങട്ടെ. ശക്തി കിട്ടാൻ വേണ്ടി ഇറങ്ങി ഇറങ്ങി ഇറങ്ങിയ ആ ഇറങ്ങി നീ ഇവിടുന്ന് എന്തോ ചെയ്യും? ഒന്നും ചെയ്യല്ല ഇവിടെ എന്തിനാ വന്നേട്? ചെറിയ സൂര്യാസ്തമയം കാണാൻ വന്നിരിക്കും. ആ വെള്ളം കിടപ്പുണ്ട്. ബോട്ടിൽ പോവാ ആ ബോട്ട് അങ്ങനെയും പറയാം. ബോട്ടിൽ പോവാ വെള്ളത്തിൽ ഇറങ്ങി പോവാം. ഓ മറ്റേ ഇല്ല സ്ഥലം കാണിച്ചിട്ട് ആ സ്ഥലത്തോട്ട് പോവാ. അവിടെ പോവാ. ആ അവിടെ അത് പ്രേതത്തിന്റെ സ്ഥലമാണ്. ഇങ്ങോട്ട് പോട്ടെ. കണ്ടിട്ടിരിക്കുന്നതാണെന്ന് പറയാൻ കാണാൻ പറ്റും. ഇത് വൈഫിടെ ഇത് വൈഫിടെ അല്ല ഇത് വൈഫിടെ വീടായിരിക്കും. അല്ല ഈ ചെയർ നമ്മള് കണ്ടല്ലേ? ഈ ചെയർ ഞാൻ കണ്ടിട്ടുള്ളേ. ഇപ്പൊ കണ്ട ഉണ്ടോന്ന് ചോദിക്കണം. ഡയറി അപ്ഡേറ്റ് എൻ്റെ ഡയറി. നീ എന്തൊക്കെയാണ് ഫൈൻഡ് എ വേ ടു ഗെറ്റ് ഇൻസൈഡ്. ആ ഡയറി എടുത്ത് നോക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. ഡയറിക്കകത്ത് പറയുമ്പോൾ ചെയ്യണം. ഇല്ല വൈഫിയുടെ പ്രേതം ഇത് ഇവിടെ അല്ലേ? ഇവിടെ ആരോ പിടിച്ചിട്ടുണ്ടോ? ആരും ഉണ്ടോ? കാട് പോകാൻ പറ്റില്ല. ആ ഇത് നമ്മൾ കണ്ടിട്ടില്ല. ആ ഞാൻ കണ്ടിട്ടുണ്ട്. കാളവണ്ടിയില്ലേ? കാളവണ്ടി ഞാൻ കണ്ടിട്ടുണ്ട്. അച്ഛാ മുമ്പില്ലേ? ആ കാളവണ്ടിയിലില്ലേ? ആ ഇവിടെ പോകുന്നില്ലേ? ഞാൻ കുറച്ച് മുമ്പ് കണ്ടായിരുന്നു. പോണ്ട്. പിന്നെ അതൊക്കെ ഇതിന്റെയോ സ്ഥലം ഏത് അത് കണ്ട് ഇതിനകത്ത് കൊണ്ടുപോകണം. ഇറങ്ങാൻ പറ്റുന്നില്ല. പകലല്ലേ നീ രാത്രിയാ വെച്ചാ വേറെ വരുന്നില്ലല്ലോ. അഞ്ചാമത്തെ അല്ല 5 മണിക്കൂർ കഴിഞ്ഞിട്ടാ. അമ്മ പോയി നോക്കിയ